മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 70-ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7-ാമത്തെ ശ്ലോകം. ശാക്വരോധ ജഗതി ധൃതിഹാരീ മൂർത്തിമേഷ ബൃഹതീം പ്രദധാന പങ്ക്തിമാശു പരിഘൂർണ്യ പശൂനാം ഛന്ദസം നിധിമവാപ ഭവന്തം. ആ അരിഷ്ടൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ ഭഗവാന്റെ നേരിട്ട് വന്നു. തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപി, അങ്ങയുടെ വൃഷരൂപിയായിട്ട് ഒരു കാളയുടെ രൂപത്തിൽ അരിഷ്ടൻ ഭഗവാന്റെ നേരിട്ട് നിന്നു എന്നാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് നേരിട്ട് നിന്നു, ഭഗവാനെ എതിർക്കാനായിട്ട് തയ്യാറായിട്ട് നിന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ശാക്വരഹ അഥ, ശാക്വരഹ എന്ന് വെച്ചാൽ കാള എന്നുള്ള അർത്ഥമാണ് ശാക്വരഹ എന്നുള്ളതിന്. അഥ അനന്തരം ശാക്വരഹ, ഈ ശാക്വരൻ, ഏഷ ശാക്വരഹ, ഈ കാള ജഗതീ ധൃതിഹാരി, എങ്ങനെയുള്ളതാണ് കാള? ജഗതീ ധൃതിഹാരി, ജഗത്തിൻ്റെ മുഴുവൻ ധൃതിയെ, ധൈര്യത്തെ ഹരിക്കുന്നതായിട്ടുള്ള കാള. അതായത് ധൈര്യം അത്ര ഭീകരനായതുകൊണ്ട് ലോകത്തിൽ ആർക്കും തന്നെ ഈ കാളയുടെ നേരിട്ട് നിൽക്കാനുള്ളതായിട്ടുള്ള ധൈര്യമില്ല എന്നാണ്, എല്ലാവരെയും ഭയപ്പെടുത്തുന്നതായിട്ടുള്ള കാള എന്ന് സാരം. ജഗതീ ധൃതിഹാരി, ജഗത്തിൻ്റെ മുഴുവൻ ധൃതിയെ, ധൈര്യത്തെ ഹരിക്കുന്നതായിട്ടുള്ള, ഇല്ലാതാക്കുന്നതായിട്ടുള്ള ആ കാള. മൂർത്തിമേഷ ബൃഹതീം പ്രദധാന, ഏഷ ആ കാള ബൃഹതീം മൂർത്തിം പ്രദധാന, ബൃഹതീം വലിയതായ മൂർത്തിം, മൂർത്തിയെ, ശരീരത്തെ, പ്രദധാന വഹിച്ചുകൊണ്ട്, ധരിച്ചുകൊണ്ട്, വളരെ വലിയതായിട്ടുള്ള മൂർത്തിയെ ധരിച്ചുകൊണ്ട്, അതായത് വലിയ പടുകൂറ്റൻ കാളയായിരുന്നു അത് എന്നുള്ളതാണ്. ബൃഹതീം, ബൃഹതി എന്ന് വെച്ചാൽ വലിയതായ, വളരെ വലിയതായിട്ടുള്ള മൂർത്തിയെ, ശരീരത്തെ, പ്രദധാന ധരിക്കുന്നവനായി, പങ്ക്തിം ആശു പരിഘൂർണ്യ പശൂനാം, പശൂനാം പങ്ക്തിം പരിഘൂർണ്യ, ആശു പരിഘൂർണ്യ, ആശു വളരെ വേഗത്തിൽ, പശൂനാം പങ്ക്തിം പശുക്കളുടെ പങ്ക്തിയെ, പങ്ക്തി നിര, പശുക്കളുടെ നിര അതായത് കൂട്ടം എന്നുള്ള അർത്ഥമേ ഉള്ളൂ ഇവിടെ. പശുക്കളുടെ കൂട്ടത്തെ പരിഘൂർണ്യ, 4 പാടേക്കും പൂർണ്ണമാക്കിയിട്ട് ചെയ്തുകൊണ്ട് എന്നുള്ളത്, പൊടിയാക്കിയിട്ട് എത്തിയിട്ട് വെച്ചാൽ അവിടെ 4 ഭാഗത്തേക്കും ഓടിച്ചിട്ട് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാണ്ട് പശുക്കളെ മുഴുവൻ കൊന്നിട്ടുള്ള അർത്ഥമൊന്നുമില്ല അവിടെ. പരിഘൂർണ്യ, പശുക്കളെ 4 ഭാഗത്തേക്കും പരത്തി ഓടിച്ചിട്ട്, പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിം അവാപ ഭവന്തം, ഭവന്തം അവാപ, ഭവാന്റെ അങ്ങയുടെ സമീപത്തേക്ക് എത്തി, അവാപ പ്രാപിച്ചു, അങ്ങയെ പ്രാപിച്ചു. അങ്ങ എങ്ങനെയുള്ള ആളാണ്? ഛന്ദസാം നിധിം, ഛന്ദസ്സുകളുടെ നിധിയായ അങ്ങയെ പ്രാപിച്ചു. വേദത്തിന് ആധാരമായ, വേദങ്ങളുടെ മുഴുവൻ, ഛന്ദസ് എന്ന് വെച്ചാൽ വേദങ്ങളൊക്കെ, ആ വേദങ്ങളുടെ മുഴുവൻ ഒരു നിധി തന്നെ ആയിട്ടുള്ള, എല്ലാ വേദങ്ങളും അതിൻ്റെ മുഴുവൻ ഉത്പത്തിസ്ഥാനം തന്നെ ആയിട്ടുള്ള, നിധിയായിട്ടുള്ള അങ്ങയെ പ്രാപിച്ചു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒന്നും കൂടി പറയാം. അഥ അനന്തരം ശാക്വരഹ ഏഷ, ഏഷ ശാക്വരഹ ഈ കാള, ജഗതീ ധൃതിഹാരി ജഗത്തിൻ്റെ മുഴുവൻ ധൈര്യത്തെ ഹരിക്കുന്നതായിട്ടുള്ള ആ കാള, ബൃഹതീ മൂർത്തിം പ്രദധാന, ബൃഹതിയായ വളരെ വലിയതായ മൂർത്തിയെ, ശരീരത്തെ ധരിച്ചുകൊണ്ട്, പ്രദധാന ശരിച്ചുകൊണ്ട്, പശൂനാം പങ്ക്തിം ആശു പരിഘൂർണ്യ, ആശു വളരെ വേഗത്തിൽ, പശൂനാം പങ്ക്തിം പരിഘൂർണ്യ പശുക്കളുടെ നിരയെ മുഴുവൻ, കൂട്ടത്തെ മുഴുവൻ, പരിഘൂർണ്യ 4 വാടേക്കും ഓടിച്ചിട്ട്, അതായത് ഈ കാള വന്നപ്പോഴേക്കും എല്ലാ പശുക്കളും പേടിച്ചോടി എന്നുള്ളതാണ്. പരിഘൂർണ്യ ഛന്ദസാം നിധിം ഭവന്തം അവാപ, ഛന്ദസ്സുകളുടെ, വേദങ്ങളുടെ എല്ലാം നിധി തന്നെ ആയിട്ടുള്ള, നിധാനമായിട്ടുള്ള അങ്ങയെ പ്രാപിച്ചു എന്ന്. അവിടെ വളരെ രസകരമായിട്ടുള്ളൊരു പദപ്രയോഗങ്ങൾ കൊണ്ട് മറ്റൊരർത്ഥം കൂടി ഉണ്ടാക്കുന്നുണ്ട് കവി. എന്താണെന്ന് വെച്ചാൽ, ഈ ശാക്വരം, ജഗതി, ധൃതി, ബൃഹതി, പങ്ക്തി,
ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വേദത്തിലെ ഓരോ ഛന്ദസ്സുകളുടെ പേരാണ്. ജഗതി ഛന്ദസ്, ബൃഹതി ഛന്ദസ്, ശാക്കുര ഛന്ദസ്, ബൃഹതി ഛന്ദസ് എന്നൊക്കെ ഓരോ ഛന്ദസ്സിൻ്റെ ഛന്ദസ് എന്ന് വെച്ചാൽ വൃത്തം, വേദത്തിലുള്ളതായിട്ടുള്ള വൃത്തങ്ങൾ. അങ്ങനെ അതിൻ്റെ പേരാണ് പങ്ക്തി എന്നുള്ളതും ഒക്കെ അതെ. ഓരോരോ വേദങ്ങളിലുള്ള ഓരോരോ ഛന്ദസ്സിൻ്റെ ഛന്ദസ് എന്ന് പറയുമ്പോൾ വൃത്തം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര എന്നൊക്കെ ഉണ്ടല്ലോ, അതുമാതിരി ഉള്ളതായിട്ടുള്ള വൈദികങ്ങളായിട്ടുള്ള വൃത്തങ്ങളുടെ പേരാണ് ഈ ശാക്വരം, ജഗതി, ധൃതി, ബൃഹതി, പങ്ക്തി എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ഇവിടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ കാള, അപ്പോൾ ഈ ശാക്വരഹ അഥ എന്നുള്ളത്, അപ്പോൾ ഈ കാളയ്ക്ക്, അരിഷ്ടന് ഈ വേദങ്ങളൊക്കെ, ഈ വേദങ്ങളിലെ ഈ ഛന്ദസ്സുകളെ ഇതായിട്ടുള്ളൂ. ഭഗവാനാവട്ടെ വേദങ്ങളുടെ മുഴുവൻ നിധിയാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ നേരിട്ട് ഈ നിസ്സാരമായിട്ടുള്ള ഈ ഏതാനും ചില ഛന്ദസ്സുകൾ മാത്രം വശത്താക്കിയിട്ടുള്ള കാള വന്നു എന്നുള്ളൊരു സൂചന അതിൽ ആ പദങ്ങളുടെ പ്രയോഗം കൊണ്ട് വരികയാണ്. ആ അർത്ഥമല്ല, പ്രധാനമായിട്ടുള്ള അർത്ഥം മറ്റത് തന്നെയാണ്. ഏത് ആദ്യം പറഞ്ഞത്, ഈ ശാക്വരൻ, ഈ കാള ജഗതീധൃതിഹാരി, ജഗത്തിൻ്റെ മുഴുവൻ ധൈര്യത്തെ ഹരിക്കുന്നതായിട്ടുള്ള കാള, ബൃഹതീം മൂർത്തിം പ്രധാന, വളരെ വലിയതായ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് പശൂനാം പങ്ക്തിയും പരിപൂർണ്ണ, പശുക്കളുടെ പങ്ക്തിയെ, നിരയെ മുഴുവൻ നാലുപാടും ഓടിച്ചിട്ട് ഛന്ദസാം നിധി, ഛന്ദസ്സുകളുടെ നിധിയായിട്ടുള്ള അങ്ങയെ പ്രാപിച്ചു, അങ്ങയുടെ സമീപത്തെത്തി എന്നുള്ള അർത്ഥമാണ് പ്രധാനമായിട്ടുള്ള അർത്ഥം. അവിടെ മറ്റേ ഒരു അർത്ഥം കൂടി സൂചിപ്പിക്കുകയാണ് ചെയ്യണത് ഈ പ്രത്യേക പദങ്ങളുടെ പ്രയോഗം കൊണ്ട്. അതായത് ഈ ശാക്വരം എന്നുള്ളത് ജഗതി, ബൃഹതി, പങ്ക്തി എന്നുള്ളതൊക്കെ ഓരോരോ വേദത്തിലെ ഛന്ദസ്സുകളുടെ പേരുകളാണ്, ഛന്ദസ്സുകളുടെ പേരാണതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉള്ളതായിട്ടുള്ള ഈ കാള, അതായത് ഈ വേദങ്ങളുടെ ഏതാനും ഭാഗം മാത്രം നിശ്ചയുള്ളതായിട്ടുള്ള ഈ കാള ഛന്ദസ്സുകളുടെ നിധിയായിട്ടുള്ള ഭഗവാനെ എതിർക്കാനായിട്ട് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ വേദങ്ങളുടെ നിധിയായതുകൊണ്ട്, ഭഗവാൻ വേദങ്ങളുടെ നിധിയായതുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നാൽ ഇതൊക്കെ ഭഗവാനിൽ തന്നെ ലയിക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ ആ മോക്ഷം ഈ അരിഷ്ടന് കിട്ടും എന്നുള്ളതായിട്ടുള്ളൊരു സൂചനയും കൂടി അവിടെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത് ബൃഹതി. ഈ ഇത് വേദങ്ങളുടെ ഛന്ദസ്സുകളുടെ പേരാണ് ഇതൊക്കെ, അത് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ്. ശാക്വരം എന്നുള്ളത് ഒരു ഛന്ദസ്, ജഗതി, ധൃതി, ബൃഹതി, പങ്ക്തി, ഇതഞ്ചും ഓരോരോ ഛന്ദസ്സുകളുടെ പേരാണ്. അപ്പോൾ ഈ ഛന്ദസ്സുകൾ മാത്രം അറിയണതായിട്ടുള്ള അരിഷ്ടൻ ഛന്ദസ്സുകളുടെ നിധിയായിട്ടുള്ള ഭഗവാനെ പ്രാപിച്ചു. അപ്പോൾ അങ്ങനെ ഭഗവാനിൽ വിലയം പ്രാപിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടി അവിടെ കിട്ടുന്നുണ്ട് എന്ന് സാരം. ശാക്വരോധ ജഗതി ധൃതിഹാരി, അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയന്തം ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദ്ദയന്നമദയ സുരലോകം. ഇവിടെയും കുറച്ചൊരു പദം കൊണ്ടുള്ളതായിട്ടുള്ള ഒരു കളി കളിക്കുന്നുണ്ട് പട്ടരിപ്പാട്. അതായത് തുംഗശൃംഗം, ഉന്നതമായിട്ടുള്ള ശൃംഗത്തോടു കൂടിയ മുഖം, തുംഗശൃംഗ മുഖം, മുഖങ്ങളുള്ള മുഖം, കാളയുടെ മുഖം എങ്ങനെയുള്ളതാണ്? തുംഗമായ ശൃംഗങ്ങളോട് കൂടിയത്, നല്ല ഉയർന്ന കൊമ്പുകളുണ്ട് എന്നുള്ളതാണ്, നല്ല പൊക്കത്തിലുള്ളതായിട്ടുള്ള കൊമ്പുകളുണ്ട്. തുംഗശൃംഗ മുഖം, തുംഗമായിട്ടുള്ള ഉന്നതമായ ശൃംഗങ്ങളോടുകൂടിയ കൊമ്പുകളോടുകൂടിയ മുഖം ഉള്ളതായിട്ടുള്ള ആ കാള, തുംഗശൃംഗമുഖം, ആശു അഭിയന്തം, ആശു വളരെ വേഗത്തിൽ, അഭിയന്തം നേരിട്ട് വരുന്നതായിട്ടുള്ള, അഭിയാനം ചെയ്യാൻ വെച്ചാൽ നേരിട്ട് പോവുക, അഭിയന്തം നേരിട്ട് വരുന്നതായിട്ടുള്ള കാള ഭഗവാന്റെ നേരിട്ട് വരികയാണല്ലോ. അഭിയന്തം അങ്ങനെ തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള ആ ഉയരത്തിലുള്ള കൊമ്പുകളോടുകൂടിയ ആ കാളയെ സംഗൃഹയ്യ, അങ്ങ് പിടിച്ചു, കൈകൊണ്ട് എന്താണ്ട് പിടിച്ചു നിർത്തിയെന്നാണ്. സംഗൃഹയ്യ പിടിച്ചിട്ട്, നല്ലപോലെ പിടിച്ചിട്ട്, രഭസാദ് വളരെ വേഗത്തിൽ തന്നെ, അഭിയം തം, അഭിയം ഭയമില്ലാത്തതായിട്ടുള്ള അവനെ, അഭിയന്തം, അഭിയം തം എന്ന് രണ്ടവിടെ ഒരു യമകം എന്ന് പറയുക, അവിടെ ഒരു അലങ്കാരത്തിന്. അഭിയന്തം എന്നുള്ളത് തൻ്റെ നേരിട്ട് വരുന്നത് എന്നുള്ളത്,
അഭിയം തം എന്നുള്ളത് ഭയമില്ലാത്തതായ അവനെ. അപ്പം അവിടെ ശബ്ദം ഒരുപോലെയുള്ള അക്ഷരങ്ങൾ ഒരുപോലെയാണ്, പക്ഷേ അർത്ഥം വേറെയാണ്. അങ്ങനെ ഉപയോഗിക്കുന്നതിന് ആണ് യമകം എന്നുള്ള പേര് പറയുക. ഭദ്രരൂപമഭി, ഭദ്രമായിട്ടുള്ള രൂപത്തോടു കൂടിയത്. ഭദ്രം എന്നുള്ളതിന് കാള എന്നർത്ഥമുണ്ട്. അപ്പം കാളയുടെ രൂപം ധരിച്ചവനെങ്കിലും ഭദ്രരൂപം അഭി, ഭദ്രം എന്നുള്ളതിന് വേറൊരർത്ഥം കൂടി ഉണ്ടല്ലോ. എന്താണത്? ഭദ്രമായ രൂപത്തോടു കൂടിയവൻ. ഭദ്രമായ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ലതായിട്ടുള്ള രൂപം എന്നുള്ള ഒരർത്ഥം, സൗമ്യമായിട്ടുള്ള രൂപത്തോടു കൂടിയവൻ എന്നുള്ളതൊക്കെ ഒരർത്ഥമുണ്ട്. പക്ഷേ അഭദ്രം, ഭദ്രനല്ലാത്തതായ, അതായത് കാള ദുഷ്ടനായതുകൊണ്ട് അഭദ്രനാണ്, ഭദ്രത്തെ ചെയ്യാത്തവനാണ്, അഭദ്രനാണ്. അപ്പോൾ അവിടെ വിരോധം എന്നുള്ളതായിട്ടുള്ള ഒരു ഇത്. പക്ഷെ ആ രണ്ടർത്ഥം എടുക്കുമ്പോൾ ആ വിരോധം ഇല്ലാണ്ടേ ചെയ്യും. ഭദ്രരൂപം അഭി, ഭദ്രരൂപനാണെങ്കിലും, ഭദ്രരൂപൻ എന്ന് പറഞ്ഞാൽ കാളയുടെ രൂപത്തിലുള്ളവരാണെങ്കിലും അഭദ്രം, അഭദ്രനായിട്ടുള്ള. അപ്പോൾ അവിടെ ഭദ്രനാണെങ്കിലും അഭദ്രൻ എന്നുള്ളതായിട്ടുള്ള ഒരു വിരോധം വന്നു. അതാണ് വിരോധാഭാസം എന്നുള്ളതായിട്ടുള്ള അലങ്കാരമാണ് അവിടെ പറയുന്നത്. പക്ഷേ ഭദ്രരൂപൻ എന്നുള്ളതിന് കാളയുടെ രൂപത്തിലുള്ളവൻ എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ ആ വിരോധം ഇല്ലാണ്ടേ. അങ്ങനെ വിരോധം, സ്വതേ വിരോധം ഉണ്ടാവില്ല, പക്ഷേ വിരോധം ഉണ്ടെന്ന് തോന്നിക്കും. അതിനാണ് ഈ വിരോധാഭാസം എന്ന അലങ്കാരം പറയുക. ഭദ്രരൂപമപി ദൈത്യം അഭദ്രം, അഭദ്രനായിട്ടുള്ള ആ ദൈത്യനെ മർദ്ദയൻ, മർദ്ദിച്ചുകൊണ്ട്, അവനെ വധിച്ചുകൊണ്ട്, അമദയ സുരലോകം, സുരലോകം അമദയ, സുരലോകത്തെ, ദേവന്മാരുടെ ലോകത്തെ, ദേവന്മാരെ അമദയ സന്തോഷിപ്പിച്ചു, അമദയ സന്തോഷിപ്പിച്ചു. ഭദ്രലോകമപി ഭദ്ര മർദ്ദയൻ അമദയ സുരലോകം, ആ ഭദ്രരൂപനായിട്ടുള്ള അരിഷ്ടാസുരനെ, ദൈത്യനെ വധിച്ചിട്ട് സുരലോകം അമദയ, സുരലോകത്തെ സന്തോഷിപ്പിച്ചു എന്ന്. അപ്പോൾ അവിടെ ആ പദത്തിൻ്റെ പ്രയോഗത്തിൻ്റെ ഭംഗി ഇതായിട്ട് പറയുകയാണ് ഇവിടെ. തുംഗശൃംഗം, തുംഗമായ ഉയർന്ന ശൃംഗത്തോടുകൂടി, ശൃംഗമുള്ള മുഖത്തോടുകൂടി, ആശു അഭിയന്തം, വളരെ വേഗത്തിൽ തൻ്റെ നേരിട്ട് വരുന്നതായ ആ ദൈത്യനെ, തം അവനെ, രഭസാദ് അഭിയം തം, അഭിയനായിട്ടുള്ള ഭയമില്ലാത്തതായിട്ടുള്ള ആ ദൈത്യനെ, രഭസാദ് അഭിയന്തം, പെട്ടെന്ന് തൻ്റെ രഭസാദ് സംഗ്രഹയ്യ, വളരെ വേഗത്തിൽ ഗ്രഹിച്ചിട്ട് പിടിച്ചിട്ട്, ഭദ്രരൂപമഭി, ഭദ്രരൂപനായിട്ടും ആണെങ്കിലും, അതായത് കാളയുടെ രൂപനാണെങ്കിലും അഭദ്രനായിട്ടുള്ള ആ ദൈത്യനെ, ക്രൂരനായിട്ടുള്ള ആ ദൈത്യനെ മർദ്ദയൻ, മർദ്ദിച്ചുകൊണ്ട്, സുരലോകം അമദയ, സുരലോകത്തെ സന്തോഷിപ്പിച്ചു എന്ന്. അപ്പം അവിടെ രണ്ട് അഭിയന്തം എന്നുള്ളതും അഭിയന്തം എന്നുള്ളത് രണ്ടും ഇതായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് യമകാലങ്കാരം. പിന്നെ ഭദ്രരൂപമപി അഭദ്രം ദൈത്യം, ഭദ്രരൂപനാണെങ്കിലും അഭദ്രനായിട്ടുള്ള എന്നുള്ളതായിട്ടുള്ള വിരോധാഭാസം. അതിന് രണ്ട് അലങ്കാരങ്ങൾ, ഈ ശബ്ദാലങ്കാരങ്ങളാണ് അവിടെ, ശബ്ദം കൊണ്ടുണ്ടാക്കുന്നതായിട്ടുള്ള അലങ്കാരങ്ങളാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. രണ്ട് ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. ശാക്വരോധ ജഗതീ ധൃതിഹാരീ മൂർത്തിമേഷ ബൃഹതീം പ്രതഥാന പങ്ക്തിമാശു പരിഘൂർണ്യ പശൂനാം ഛന്ദസം നിതിമവാപ ഭവന്തം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പേടി ലോകമതിനേകിടുമുഗ്രൻ കാണ ഭീകര ശരീരിയപ്പോൾ ദൂരയാട്ടിയഥ ഗോക്കളെ വേഗം ചാരെ വന്നു നിഗമേശ്വര നിന്റെ. തുംഗശൃംഗമുഖമാച്വഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയന്തം ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദ്ദയൻ അമദയ സുരലോകം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭദ്രരൂപനപി ദൈത്യനഭദ്രൻ ശൈലദേഹമുടെ ദുഷ്ടനടുത്തു പേടി വിട്ടിടി കൊടുത്തു ഭവാനും കൊന്നു നൽകിയ മരർക്കഥ മോദം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.